ഹായ് ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ സന്ധി എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് സന്ധി? വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്നതാണ് സന്ധി. നമ്മൾ സാധാരണ അക്ഷരങ്ങൾ എന്ന് പറയാറില്ലേ, അതാണ് ഈ വർണ്ണങ്ങൾ. വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്നതാണ് സന്ധി. അതിലെ ഒന്നാമത്തെ സന്ധിയാണ് ലോഭസന്ധി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോഭസന്ധി. ഉദാഹരണം പറയുകയാണെങ്കിൽ തെല്ല് പ്ലസ് ഇട, തെല്ലിട. തെല്ല് എന്നുള്ള സംവൃതോകാരം ഇവിടെ ലോപിച്ചു. പച്ച പ്ലസ് ഇല, പച്ചില. ഇവിടെ അകാരം പച്ച എന്നുള്ള അകാരം ലോപിച്ചു. പോയി പ്ലസ് ഇല്ല, പോയില്ല. പോയി എന്നുള്ള ഇകാരം ലോപിച്ചു. ഓക്കെ, അപ്പോൾ ലോഭസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോഭസന്ധി. ഓക്കെ, രണ്ടാമത്തെയാണ് ആഗമസന്ധി. പേര് സൂചിപ്പിക്കുന്നത് പോലെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായി വരുന്നതാണ് ആഗമസന്ധി. ആ പ്ലസ് ഇടം, അവിടം. അവിടം. അതിൽ വ എന്ന് പറയുന്ന അകാരം ആഗമിച്ചു. തിരു പ്ലസ് ആതിര, തിരുവാതിര. ഇവിടെയും വകാരം ആഗമിച്ചു. വെടി പ്ലസ് ഉണ്ട, വെടിയുണ്ട. അവിടെ യകാരമാണ് ആഗമിച്ചത്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയതായിട്ട് ഒരു വർണ്ണം വരുന്നതാണ് ആഗമസന്ധി. അടുത്തതാണ് ദ്വിത്വസന്ധി. പേര് സൂചിപ്പിക്കുന്നത് പോലെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. പണി പ്ലസ് പുര, പണിപ്പുര. ഇതിലെ പകാരമാണ് ഇരട്ടിച്ചത്. വെള്ള പ്ലസ് കൊടി, വെള്ളക്കൊടി. കകാരം ഇരട്ടിച്ചു. ആദേശസന്ധി അടുത്തത്. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിന് പകരം മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഓക്കെ, നേരത്തെ നമ്മൾ ആഗമസന്ധിയിൽ പറഞ്ഞത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വരുന്നതാണ് ആഗമസന്ധി. ഇനി ആദേശസന്ധിയിൽ പറയുന്നത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിന് പകരമാണ് മറ്റൊരു വർണ്ണം വരുന്നത്. സദ് പ്ലസ് ജനം, സജ്ജനം. ത എന്ന് പറയുന്ന തകാരം മാറി അവിടെ ജകാരം വന്നു. മരം പ്ലസ് ഇൽ, മരത്തിൽ. എന്ന് പറയുന്ന അനുസാരം മാറി തകാരം വന്നു. കൺ പ്ലസ് നീർ, കണ്ണീർ. നകാരം മാറി നകാരം വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് സന്ധികളെ പറ്റിയാണ്. ആദ്യത്തെ ലോഭസന്ധി, ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോഭസന്ധി. ആഗമസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയതായിട്ട് ഒരു വർണ്ണം വരുന്നതാണ് ആഗമസന്ധി. ഇനി ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ആദേശസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിനു പകരം മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഓക്കെ, താങ്ക് യു.